പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ഏതെന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടാവും. അതൊക്കെ അവർക്ക് നല്ല ധാരണ ഉണ്ടാവും. ഇൻഫോർമേറ്റീവ് ആകുക എന്നുള്ളതിൻ്റെ കാലം കഴിഞ്ഞു. സ്കിൽഡ് ആകുക എന്നുള്ളതാണ് പുതിയ കാലത്തിൻ്റെ വെല്ലുവിളി. പുതിയ കുട്ടികൾ നമ്മൾ പഠിപ്പിക്കാൻ തയ്യാറായാൽ അവർക്ക് അതിനുള്ള സ്കില്ലുണ്ട്. കഴിഞ്ഞ 5 വർഷം മുമ്പുണ്ടായിരുന്ന ഒരു എലക്ഷനിലൂടെയല്ല നമ്മൾ കടന്നു പോകുന്നത്. പുതിയ പിള്ളേർ ഇത് നോക്കി കാണുന്നുണ്ട്, അവർ മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം എത്രമാത്രം എഫക്റ്റീവായിരിക്കും ഈ ഒരു എലക്ഷനും അതിൻ്റെ റിസൾട്ടും വരിക സാർ? തീർച്ചയായിട്ടും പുതിയ കുട്ടികളെ നമുക്ക് മാറ്റി നിർത്തിയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അവർക്കിപ്പം വിദ്യാഭ്യാസ രംഗത്തായാലും പുതിയ നൂതന വിദ്യാഭ്യാസങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യേണ്ടത്, നിർബന്ധമായും ചെയ്യേണ്ടത്. തൃക്കരിപ്പൂർ മാത്രമല്ല എല്ലായിടത്തും ഇൻഫോർമേറ്റീവ് ആകുക എന്നുള്ളതിൻ്റെ കാലം കഴിഞ്ഞു. സ്കിൽഡ് ആകുക എന്നുള്ളതാണ് പുതിയ കാലത്തിൻ്റെ വെല്ലുവിളി. അപ്പോൾ സ്കില്ല് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം നമ്മുടെ നാട്ടിലൊക്കെ ഇനി പുതിയ വരുന്ന ഭരണാധികാരികൾ, ഇനി ആരായാലും എം എൽ എ ആയാലും മന്ത്രി ആയാലും അവരൊക്കെ അതാത് മണ്ഡലങ്ങളിൽ ചെയ്യണം. ഇപ്പം നമ്മുടെ തൃക്കരിപ്പൂർ ചെയ്യണമെന്നാണ് ആഗ്രഹം. അതേപോലെ തന്നെ സർ, ഇപ്പോൾ ന്യൂ ജനറേഷനിലുള്ള കുട്ടികളൊക്കെയും പ്രത്യേകിച്ചും പെൺകുട്ടികൾ എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റേതായ ഒരു അടയാളപ്പെടുത്തലുകൾ ഉണ്ടാവണം എന്ന് വാശി പിടിക്കുന്നവരാണ്. നമ്മളെ സർക്കിളിൽ നമ്മളത് കാണുന്നതും കൂടിയാണ്. അവരെയൊക്കെ പ്ലേസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവരെയൊക്കെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ഒരു പരിധിവരെ എന്തൊക്കെ നമുക്ക് എഫേർട്ട് ഇടാൻ പറ്റും? പുതിയ പെൺകുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല കഴിവുള്ള കുട്ടികളാണ്. അവർക്കൊരു ഉത്തരവാദിത്തങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ വളരെ നന്നായി ചെയ്യും. പെൺകുട്ടികൾ സാധാരണ നമ്മുടെ നാട്ടിലൊരു ചിന്തയുണ്ട്, അവർ വെറും പണിയെടുക്കാൻ വേണ്ടി മാത്രമേ പറ്റുന്നു, അവർക്ക് ബിസിനസ് ഒന്നും തുടങ്ങാൻ പറ്റില്ല എന്നില്ല ഒരു അറിഞ്ഞോ അറിയാതോ അവരിലേക്ക് ആ ഒരു ചിന്ത വന്നിട്ട് അതൊന്നും മാറ്റി കൊടുത്തിട്ട് പുതിയ പെൺകുട്ടികൾക്ക് ബിസിനസ്സൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നല്ല, അവർക്കത് വഴങ്ങും. നിങ്ങളൊന്ന് അവർക്ക് അതിനുള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ മതി, അവർ നന്നായിട്ട് പെർഫോം ചെയ്യും. അതുപോലെ തന്നെ അവർക്ക് പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ഏതെന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടാവും. അതൊക്കെ അവർക്ക് നല്ല ധാരണ ഉണ്ടാവും, നല്ല ബോധ്യം ഉണ്ടാവും. നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടില്ല. എന്നാലും ടെക്നോളജി രംഗത്ത് അവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഫുഡ് മേഖലയിൽ, ഫുഡ് ഇൻഡസ്ട്രിയിലും ഫാഷൻ ഇൻഡസ്ട്രിയിലൊക്കെ അവർ ചെയ്ത് കഴിഞ്ഞാൽ ആണുങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഒന്നുകൂടി ഭംഗിയാവും, പെർഫെക്ഷനും ഉണ്ടാവും. തീർച്ചയായിട്ടും അതിനോടുള്ള ഒരു പാഷൻ. അത് ഇങ്ങനെ ദാഹിക്കുന്ന എത്ര കുട്ടികൾ, അല്ലെങ്കിൽ പലയിടത്തും അത് സംസാരിക്കുന്ന നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ അവരെ ഫ്രണ്ട് ലൈനിൽ കൊണ്ടുവന്ന് നിർത്താനുള്ള ഒരു സ്പേസ് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം, അതെങ്ങനെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം നമ്മുടെ നാട്ടിൽ ചെയ്യേണ്ടത്. നമ്മൾ സാധാരണ ഓരോരോ നാട്ടിനും ഒരു 5 year പ്ലാനൊക്കെ കാണാറുണ്ട്. ഇന്നുവരെ തൃക്കരിപ്പൂരിന് അതൊന്നും കണ്ടിട്ടില്ല എവിടെയും. അപ്പോൾ ഇനിയില്ല വരും MLA-മാരെങ്കിലും അതുപോലെ ഒരു അപ്കമിങ് 5 years 10 years അറ്റ്ലീസ്റ്റ് ഒരു പ്ലാനെങ്കിലും ഉണ്ടാക്കും എന്നൊരു പ്രതീക്ഷയുണ്ട്. പ്ലാന് മതി, നമ്മളൊരു പരിധി വരെയെങ്കിലും ആശ്വാസം ഉണ്ടാവും.